السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ തബാറക് ജുസ്, ആ ജുസ്ഇലെ ആദ്യത്തെ സൂറത്തായ സൂറത്തുൽ മുൽക്ക് മുതൽ ആരംഭിച്ച് സൂറത്തുൽ ഹാഖ വരെ നമ്മൾ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതുവരെയുള്ള പഠനം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമുക്കിനി പുതിയ പാഠം പഠിക്കാവുന്നതാണ്. സൂറത്തുൽ മആരിജ് എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. സൂറത്തുൽ മആരിജ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج. സഅല, ഇത് ഹംസയാണ്. ഹംസ ഫത്ഹ ആ, അത് ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ ചിലപ്പോൾ നീട്ടാനുള്ള അലിഫാണെന്ന് വിചാരിച്ച് സാല എന്ന് ഓതിപ്പോയെന്ന് വന്നേക്കാം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഹംസ ഫത്ഹ ആയാണ്, സഅല എന്നാണ്. സായിലുൻ, ഇത് നീട്ടാനുള്ള അലിഫാണ്. സീനിനെ നീട്ടാനുള്ള അലിഫ്. 4 or 5 അലിഫ് അവിടെ നീട്ടണം. മദ് മുത്തസിൽ ആണത്. കാരണം മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ ഇ ഒരേ വാക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ മദ് മുത്തസിൽ എന്നാണ് പറയുന്നത്. 4 or 5 അലിഫ് നീട്ടണം. സായിലും ബി, ഇവിടെ ഇഖ്ലാബിൻ്റെ നിയമമാണ്. ഇഖ്ലാബ്, ഖൽബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ മറിച്ച് മണിച്ച് ഉച്ചരിക്കുക എന്നാണ്. അതെന്താണ് കാരണം? നമ്മൾ പഠിച്ചതാണ്, ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. സായിലുൻ, തൻവീൻ, ഇരട്ട വം കണ്ടല്ലോ, തൻവീൻ. ആ ഇരട്ട വമ്മിന് ശേഷം, തൻവീനിന് ശേഷം ബ വന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൻവീനിന് ശേഷം ബ വന്നു. അതുകൊണ്ട് ഈ തൻവീനിനെ മീമായിട്ട്, അവിടെ ചെറിയൊരു മീം കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടി, മീമായിട്ട് മറിച്ച് മണിക്കും. സായിലുൻ
സായിലും ബിഅദാബിൻ വാഖിഅ. ബിഅദാബിൻ ബാ കഴിഞ്ഞ ഐനാണ് തൊണ്ടയുടെ നടുക്ക് നിന്നു. ബിഅദാബിൻ വാഖിഅ. ബിഅദാബിൻ വാഖിഅ എന്നാണ്. പക്ഷേ ആ തൻവീൻ ഉച്ചരിക്കില്ല. ബിഅദാബിൻ എന്ന് പറയില്ല. കാരണം അവിടെ ഇദ്ഗാം ആ തൻവീനിനെ വാവുമായിട്ട് കൂട്ടിച്ചേർത്ത് മണിച്ച് ഉച്ചരിക്കും. ബിഅദാബിൻ വാഖിഅ. ഇത് ഖാഫാണ്. ഖാഫ്. വാഖിഅ. വാഖിഇൻ എന്നാണ് നമ്മൾ നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് ഖൽഖല ചെയ്യാതെ, വാഖിഅ എന്ന് ഖൽഖല ചെയ്യാതെ വാഖിഅ എന്ന് പറഞ്ഞ് നിർത്തും. സഅല സായിലും ബിഅദാബിൻ വാഖിഅ. سأل سائل بعذاب واقع. للكافرين ലൈസ. ഇത് യാ സുക്കൂൻ കട്ടിയാക്കുകയോ നീട്ടുകയോ ചെയ്യരുത്. ലൈ എന്നോ ആവാതെ പെട്ടെന്ന് ലൈസ. ലഹു ദാഫിഅ. അത് ഐനാണ്. ദാഫിഉൻ എന്നാണ്. നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് നിർത്തും. ഖൽഖല പാടില്ല. ദാഫിഅ എന്ന് വരരുത്. ദാഫിഅ തൊണ്ടയുടെ നടുക്ക് നിന്നു. ദാഫിഅ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബിഅദാബിൻ വാഖിഇൻ. വേണമെങ്കിൽ ഇപ്രകാരം കൂട്ടിച്ചേർത്ത് ഓതിപ്പോകാവുന്നതുമാണ്. അപ്പം അങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ സഅല സായിലും ബിഅദാബിൻ വാഖിഇൻ. ഈ തൻവീനിനെ വാഖിഇൻ എന്ന് തൻവീൻ ഉച്ചരിക്കാതെ ഐനിൽ നിന്നും നേരെ ഈ ലാമിലോട്ട്. ആ ലാമിനെ കട്ടിയാക്കണം, മണിക്കരുത്. വാഖിഇൽ എന്നുച്ചരിക്കാതെ വാഖിഇൽ എന്നുച്ചരിച്ച് ഓതണം. അവിടെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് പഠിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ്. മിനല്ലാഹി ദിൽ. ദായിൽ നിന്നും നേരെ ലാമിലോട്ട്. ഈ യായോ ഈ അലിഫോ ഉച്ചരിക്കരുത്. ദിൽ. ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നും. മആരിജ്. ജീം കസ്റയാണ്. മആരിജി എന്നാണ്. നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് അവിടെ ഖൽഖലയുടെ നിയമമാണ്. മആരിജ് ഖൽഖല. മആരിജ് എന്ന ഒരു ശബ്ദം ഉച്ചാരണം അവിടെ വരണം.
മിനല്ലാഹി ദിൽ മആരിജ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കൂട്ടി ഓതുകയാണെങ്കിൽ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉം മിനല്ലാഹി ദിൽ മആരിജ്. ദാഫിഉം ഇദ്ഗാം മീം സാക്കിൻ. ഇത് കൂട്ടി ഓതണ്ട, ഇത് അവിടെ നിർത്തിയാൽ മതി. നിലവിൽ പഠിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോ ആയത്തുകളും നിർത്തി പഠിക്കുന്നതായിരിക്കും ഉത്തമം. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ്. للكافرين ليس له دافع من الله പ്രകാരം കൂട്ടിച്ചേർത്ത് ഓതാവുന്നതാണ്. പക്ഷേ അവിടെ ഓരോ ആയത്തും നിർത്തി പോകുന്നതായിരിക്കും ഉത്തമം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. മിനല്ലാഹി ദിൽ മആരിജ്. ഇനി ഈ 3 ആയത്തുകൾ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج. ഈ 3 ആയത്തുകളാണ് നമ്മുടെ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.